നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബോറിന്റെ ആറ്റം മോഡൽ ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുവാണെങ്കിൽ അത് ബോറിന്റെ ആറ്റം മോഡലിൽ നിന്ന് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ബോറിന്റെ ആറ്റം മോഡലിന് തൊട്ട് മുമ്പായിട്ട് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന കാര്യം നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. വേണ്ട കാര്യങ്ങൾ മാത്രം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് ചോദിച്ചൊരു ചോദ്യവുമായിരുന്നു, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം? വെൻ ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ് ഈസ് പാസ്ഡ് ത്രൂ എ ഗേഷ്യസ് ഹൈഡ്രജൻ, അതായത് ഗേഷ്യസ് ഫോമിലുള്ള ഹൈഡ്രജനിലൂടെ നമ്മളൊരു ഇലക്ട്രിക് ഡിസ്ചാർജിനെ കടത്തിവിട്ടാൽ the H2 molecule dissociate and the energetically excited hydrogen atom produced emit electromagnetic radiation of discrete frequency. നമ്മൾ ഗേഷ്യസ് ഹൈഡ്രജനിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജിനെ പാസ് ചെയ്യുന്ന സമയത്ത് H2 മോളിക്യൂൾ എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആവുകയും അതെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതൊരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും എമിറ്റ് ചെയ്യുന്നത്. The hydrogen spectrum consists of several series of lines named after their discoverers. അതായത് ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ നമ്മൾ പ്രധാനമായിട്ടും 5 ലൈനിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. അത് ഓരോരുത്തരായിട്ട് കണ്ടുപിടിച്ചതുകൊണ്ട് ഓരോരുത്തരുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ഓർഡറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലൈമൻ സീരീസ്, ബാമർ സീരീസ്, പാഷ്യൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, പിഫൺ സീരീസ്, ഇങ്ങനെ 5 സീരീസിലാണ് നമ്മൾ ഹൈഡ്രജൻ്റെ സ്പെക്ട്രം ലൈൻസ് പറയുന്നത്. ഇതാണ് ലൈമൻ, ബാമർ, പാഷ്വൻ, ബ്രാക്കറ്റ് സീരീസ്, പിഫൺ സീരീസ്. ഇങ്ങനെ 5 സീരീസിലാണ് ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രത്തെ നമ്മൾ വിളിക്കുന്നത്. അത് ഓരോരുത്തരുടെയും കണ്ടുപിടിച്ചവരുടെ പേര് വെച്ചിട്ടാണ് പറയുന്നത്. എമംഗ്സ് ദീസ് ലൈൻസ്, ഇവിടെയാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യം ഇരിക്കുന്നത്. ദ ബാമർ സീരീസ് ദ ഓൺലി സീരീസ് ദാറ്റ് വി ക്യാൻ വിസിബിൾ, അതായത് നമുക്ക് കാണാൻ പറ്റുന്നത് വിസിബിൾ ലൈറ്റിൻ്റെ പ്രസൻസ് ഉള്ളത് ബാമർ സീരീസിൽ മാത്രമാണ്. എമംഗ് ദീസ് ലൈൻസ് ദ ബാമർ സീരീസ് ഇസ് ദ ഓൺലി സീരീസ് ദാറ്റ് വി ക്യാൻ വിസിബിൾ, നമുക്ക് കാണാൻ പറ്റുന്നത് ആരെ മാത്രം? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിസിബിൾ റീജിയനിൽ കാണാൻ പറ്റുന്നത് എന്താണ്? ബാമർ സീരീസിനെ മാത്രമായിരിക്കും. അതൊരു ചോദ്യമാണ്. അടുത്തത്, റിഡ്ബർഗ് പ്രപ്പോസ്ഡ് ആൻ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദി വേവ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. റിഡ്ബർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? വേവ് നമ്പർ കാണാൻ. അതായത് പല ലൈൻസിൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ 5 ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ഇതിൻ്റെതും വേവ് നമ്പർ കാണാനായിട്ട് റിഡ്ബർഗ് ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. ആ ഇക്വേഷൻ എന്താണ്? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. എന്താണ് ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ ഈസ് ഈക്വൽ ടു 109677. ഈ നമ്പർ കാണാൻ പഠിക്കുക. 1/n1² മൈനസ് 1/n2² സെൻറ്റിമീറ്റർ റേസ് ടു -1. ഇവിടെ n1 എന്ന് പറയുന്നത് 1 2 3 4ഉം n2 എന്ന് പറയുന്നത് n1ൻ്റെ കൂട്ടത്തിൽ +1 കൂട്ടുക, n1ൻ്റെ കൂട്ടത്തിൽ 2 കൂട്ടുക, അങ്ങനെ പോകുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ റിഡ്ബർഗിൻ്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചു വയ്ക്കുക. റിഡ്ബർഗിൻ്റെ ഇക്വേഷൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഹൈഡ്രജൻ്റെ സ്പെക്ട്രം സീരീസുമായിട്ട് റിലേറ്റഡ് ആണെന്നൂടെ ഓർത്ത് വെച്ചേക്കുക. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ ഈസ് ഈക്വൽ ടു 109677 1/n1² മൈനസ് 1/n2² സെൻറ്റിമീറ്റർ റേസ് ടു -1. n1ൻ്റെ വാല്യൂ 1 2 3 4 പോകും. n2 കണ്ടുപിടിക്കണമെങ്കിൽ n1ൻ്റെ കൂടെ +1, n2 +2, n2 +3, n1 +3, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റിലെ നമ്മൾ ലൈമാൻ സീരീസ്, ഇത് കാണപ്പെടുന്നത് അൾട്രാ വയലറ്റ് സ്പെക്ട്രൽ റീജിയനിലായിരിക്കും. ഇത് ചോദിക്കാം. ലൈമൻ സീരീസ് കാണപ്പെടുന്ന അൾട്രാ വയലറ്റ് സ്പെക്ട്രൽ റീജിയനിലായിരിക്കും. ഇവിടെ n1 ഈസ് ഈക്വൽ ടു 1 ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ n2 നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? n2 ഈസ് ഈക്വൽ ടു n1ൻ്റെ കൂടെ എന്ത് കൂട്ടണം? ആദ്യം n1ൻ്റെ കൂടെ 1 കൂട്ടണം. സോ 2 കിട്ടി. അടുത്തത് n1 + 2 എങ്ങനെ കൂട്ടുന്നത്? n1 + 2 എന്ന് പറഞ്ഞാൽ n1 ഈസ് ഈക്വൽ ടു 1, 1 + 2 എത്രയാ? 3. അപ്പോൾ ഇതിൻ്റെ സീരീസ് എങ്ങനെ പോകും? 2 3 4 എന്നായിരിക്കും പോകുന്നത്. ഇനി ബാമർ സീരീസ് കാണപ്പെടുന്നത് എവിടെയാണ്? വിസിബിൾ റീജിയനിലാണ്. വിസിബിൾ റീജിയൻ. ഇവിടെ n1 എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ n2 എന്ന് പറയുന്നത് 2 + 1 3 തൊട്ട് തുടങ്ങുന്നു. പാഷ്യൻ സീരീസിൽ ഇൻഫ്രാറെഡിലാണ് കാണപ്പെടുന്നത്. അവിടെ n1 3 ആണ്. ബ്രാക്കറ്റ് സീരീസും ഇൻഫ്രാറെഡിലാണ് കാണപ്പെടുന്നത്. 4 ആണ് n1. പിഫൺ സീരീസിൽ ഇൻഫ്രാറെഡിലാണ് കാണപ്പെടുന്നത്. 5 ആണ് n1 എന്ന് പറയുന്നത്. അതിനനുസരിച്ച് n2ൻ്റെ വ്യത്യാസം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളോട് ഇന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം കൂടെ പറയാം. എവിടെയാണ് വിസിബിൾ റീജിയനിൽ അല്ലെങ്കിൽ വിസിബിൾ റീജിയനിൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ സ്പെക്ട്രം ലൈൻസ് ഏതാണ് ചോദിക്കാം. ഇൻഫ്രാറെഡ് റീജിയനിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? പാഷ്യൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, പിഫൺ സീരീസ്. അൾട്രാ വയലറ്റ് റീജിയനിലാണ് ലൈമൻ സീരീസ് കാണപ്പെടുന്നത്. റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഹൈഡ്രജൻ സ്പെക്ട്രവുമായിട്ട് റിലേറ്റഡ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നും ചോദിക്കാം.
ഇത്രയും കാര്യം ഉറപ്പിക്കുക. ഇനി അടുത്ത് നമുക്ക് വേണ്ട കാര്യമാണ് ബോറിൻ്റെ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോഡലാണ് ബോർ പ്രപ്പോസ് ചെയ്തത്. ശ്രദ്ധിക്കുക, ദി ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇറ്റ് സ്പെക്ട്രം വാസ് ഫസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ നീൽസ് ബോർ. അതായത് ഹൈഡ്രജൻ്റെ സ്ട്രക്ചർ, ജനറൽ ഫീച്ചറും അതിൻ്റെ സ്പെക്ട്രവും ഒക്കെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ബോർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ദ ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ക്യാൻ മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. എന്താ പറഞ്ഞത്? ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ക്യാൻ മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ അത് ഒരു ഫിക്സഡ് സർക്കുലർ പാത്തിലൂടെ, ഫിക്സഡ് റേഡിയസും എനർജിയും ഉള്ള ഒരു സർക്കുലർ പാത്തിലൂടെ ന്യൂക്ലിയസിനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. ഈ പാത്തിനെ അദ്ദേഹം ഓർബിറ്റ്സ് എന്ന് വിളിച്ചു. നമുക്കറിയാം അത് ഓർബിറ്റ്സ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിച്ചു, ഓർ അലൗഡ് എനർജി സ്റ്റേറ്റ്സ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഫിക്സഡ് റേഡിയസ് ഉള്ള, ഫിക്സഡ് എനർജി ഉള്ള ഒരു സർക്കുലർ പാത്തിലൂടെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണ് ന്യൂക്ലിയസിനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അതിനെ ഓർബിറ്റ്സ് എന്ന് വിളിച്ചു, സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിച്ചു, എനർജി അലൗഡ് എനർജി സ്റ്റേറ്റ് എന്ന് വിളിച്ചു. ദീസ് എനർജി ലെവൽസ് ആർ നമ്പേർഡ് ആസ്, അതായത് ഓരോ എനർജി ലെവലിനെയും 1, 2, 3 അദ്ദേഹം വിളിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം KLMN എന്ന് വിളിച്ചു. ഈ നമ്പേഴ്സിനെ അദ്ദേഹം വിളിച്ച പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. എന്ന് വിളിച്ചു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. അതായത് ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിന് ചുറ്റും കറങ്ങുന്ന ഓരോ ഓർബിറ്റിനും അദ്ദേഹം ആദ്യത്തെ ഓർബിറ്റിന് 1, ഇത് 2, ഇത് 3, അല്ലെങ്കിൽ ഇതിന് K എന്ന് കൊടുത്തു, ഇതിന് L എന്ന് കൊടുത്തു, അങ്ങനെ വിളിച്ചതിനെ അദ്ദേഹം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പേര് കൊടുത്തു. 2 നോക്കുക, ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഓർബിറ്റിൻ്റെ എനർജി നമ്മൾ പറഞ്ഞു ഓരോ ഓർബിറ്റിനും അതിനൊരു ഫിക്സഡ് റേഡിയസും ഫിക്സഡ് എനർജിയും ഉണ്ട്. ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഈ ഇലക്ട്രോണ്, ഓർബിറ്റിൽ കൂടെ ചുറ്റുന്ന ഇലക്ട്രോണിന് സമയത്തിനനുസരിച്ച് യാതൊരു എനർജി മാറ്റവും ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ റൂദർഫോർഡ് പറഞ്ഞ കേസിൽ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയിരുന്നു. എന്ത് പറഞ്ഞ് നിർത്തി? അതായത് കുറേ വട്ടം കറങ്ങി കഴിയുമ്പം എനർജി നഷ്ടപ്പെട്ട് എന്തുകൊണ്ട് ന്യൂക്ലിയസിലേക്ക് ഇലക്ട്രോൺ ഉരുണ്ട് വീഴുന്നില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല റൂദർഫോർഡിന്. അത് എക്സ്പ്ലെയിൻ ചെയ്തു ബോർ. എന്ത് പറഞ്ഞു? ഒരിക്കലും സമയം മാറുന്നതിനനുസരിച്ച് ഇലക്ട്രോണിൻ്റെ എനർജിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. ഹവെവർ വെൻ ഇലക്ട്രോൺ അബ്സോർബ് എനർജി, എങ്ങനെ, അതായത് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യുന്നു, ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദ ന്യൂക്ലിയസ്. അതായത് എപ്പോഴാണോ ഇലക്ട്രോൺസ് എനർജിയെ ഉള്ളിലേക്ക് എടുക്കുന്നത് ആ സമയത്ത് ഈ ഇലക്ട്രോണ് ന്യൂക്ലിയസിൽ നിന്നും മാറിപ്പോകുന്നു. അതായത് ന്യൂക്ലിയസിൽ നിന്നും മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ലെവൽ എനർജിയിലേക്ക് പോകുന്നു. ഹയർ ലെവൽ എനർജി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എനിക്ക് 10 ജൂൾ എനർജി ഉണ്ടായിരുന്നു വെച്ചോ, എനിക്ക് 20 ജൂൾ എനർജി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ എനർജി ലെവൽ കൂടി എന്നാണ് അർത്ഥം. അതിൻ്റെ ഇവിടുത്തെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദി ന്യൂക്ലിയസ്. എനർജി അബ്സോർബ് ചെയ്താൽ ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം കൂടും. ആൻഡ് വെൻ ഇറ്റ് ലോസസ് എനർജി ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദി ന്യൂക്ലിയസ്. ഇനി ഈ എനർജിയെ അയാൾ ലോസ് ചെയ്താലോ ഇലക്ട്രോണ്, അത് പിന്നെയും ന്യൂക്ലിയസിനോട് അടുക്കും. ദാറ്റ് ഈസ് ടു എ ലോവർ എനർജി ലെവലിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്ത മൂന്നാമത് നോക്കാം. ദ റേഡിയസ് ഓഫ് ഓർബിറ്റ്സ് ക്യാൻ ബി ഗിവൺ ബൈ ദ ഇക്വേഷൻ. റേഡിയസ്, ഓർബിറ്റിൻ്റെ റേഡിയസ് ഫിക്സഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. Rn² = A0n² എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ A0യുടെ വാല്യൂ 52.9 PM ആണെന്ന് പഠിച്ചു വയ്ക്കുക. Thus the radius of the first stationary state is 52 PM എന്ന് പറയുവാണെങ്കിൽ ബോർ റേഡിയസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ, ബോർ റേഡിയസ്. As n increases, the value of R will also increases. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. റേഡിയസ് കണ്ടുപിടിക്കണം. ഓരോ ഓർബിറ്റ്, ഇപ്പോൾ ഇത് ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ഇതിനൊരു ഓർബിറ്റ് ഉണ്ട്, രണ്ടാമത്തെ ഓർബിറ്റ് ഉണ്ട്. ഹൈഡ്രജൻ ആണെങ്കിൽ ഏതാണെങ്കിലും മൂന്നാമത്തെ ഓർബിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും റേഡിയസ് ഇല്ലേ? റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം ഇല്ലേ? ആ ദൂരം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ Rn = A0n² എന്നാണ്. A0യെ നമ്മൾ വിളിക്കുന്ന പേര് 52.9 PM എന്നാണ്. ബോറിൻ്റെ റേഡിയസ് എന്ന് അതിനെ വിളിക്കുന്ന പേര് തന്നെ. അവിടെ n എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ n കൂടുവാണെങ്കിൽ ആറും കൂടുമെന്ന അർത്ഥം അല്ലേ? ഇവിടെ 52.9 കൊണ്ട് n 1 ആവുമ്പം × 1 അത് തന്നെ കിട്ടും.
രണ്ടാവുമ്പോൾ പിന്നെ വലിയ വാല്യൂ അല്ലയോ കിട്ടുന്നത്. സോ n കൂടുന്നതിനനുസരിച്ച് റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് ഓൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? 4. ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഈസ് ഗിവൺ ബൈ ദി എക്സ്പ്രഷൻ. എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കുന്നത്, ഓർബിറ്റിൻ്റെ എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? En is equal to -rh into 1/n² വെച്ചിട്ടാണ് നമ്മൾ എനർജി ഓഫ് ഓർബിറ്റ് കണ്ടുപിടിക്കുന്നത്. കാണാതെ പഠിക്കുക. En is equal to -rh into 1/n². ഇവിടെ n is equal to 1, 2, 3, 4 ആണ്. RH നമ്മൾ നേരത്തെ വിളിച്ചു റിഡ്ബർഗ് കോൺസ്റ്റന്റ് അല്ലേ? റിഡ്ബർഗ് കോൺസ്റ്റന്റ് RH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ പഠിച്ചു വെക്കുക. 2.18 into 10⁻⁻18 ജൂൾ ആണ് റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. ദ എനർജി ഓഫ് ദി ലോവസ്റ്റ് സ്റ്റേറ്റ് ഈസ് ഗിവൺ ബൈ E1 is equal to -2.18 into 10⁻⁻18 ജൂൾ. അതായത് ലോവസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പം ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് ആലോചിക്കുക, ഏറ്റവും താഴത്തെ സ്റ്റേറ്റ്. അവിടെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് പറയുന്നത് E1 ആയിരിക്കും. ആ E1 എന്ന് പറയുന്നത് റിഡ്ബർഗിൻ്റെ വാല്യൂ നെഗറ്റീവ് ആക്കുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ആസ് ദ വാല്യൂ ഓഫ് n ഇൻക്രീസസ്, അതായത് ഓരോ വട്ടവും n കൂടുന്നതിനനുസരിച്ച് എനർജി ഓഫ് ഇലക്ട്രോൺ ഓൾസോ ഇൻക്രീസസ്. n കൂടിയാൽ എന്ത് കൂടും? ഇലക്ട്രോണിൻ്റെ എനർജിയും അതിനനുസരിച്ച് കൂടുന്നു എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി 5ാമത്തെ പോയിന്റ് നോക്കാം. ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ് ഓർ എമിറ്റഡ് when transition occurs between two stationary states that differ in energy by delta E. The frequency of radiation absorbed. നമ്മൾ പറഞ്ഞു റേഡിയേഷൻ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. വെൻ ട്രാൻസിഷൻ occurs, ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറേ ലെവലുണ്ട് നമുക്ക് അല്ലേ? ഈ ഗ്രൗണ്ട് ലെവൽ, ഫസ്റ്റ് ലെവൽ, സെക്കൻഡറി. അതായത് ഓരോന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ ഇത് ഓരോ എനർജി ലെവലിൽ കയറി പോകും ആണല്ലോ. എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഹയർ ലെവലിലേക്ക് പോകുന്നു ആണല്ലോ. ഇത് ഫസ്റ്റ് ഗ്രൗണ്ട് ലെവൽ, അവിടെ നിന്ന് ഫസ്റ്റ് ലെവലിലേക്ക് പോയി സെക്കൻഡ് ലെവലിലേക്ക് പോകും. അതാണ് ട്രാൻസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് വെൻ ട്രാൻസിഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി സ്റ്റേറ്റ്. അതായത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ, ആ സ്റ്റേഷനറി സ്റ്റേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലോട്ട് കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് റേഡിയേഷനെ അബ്സോർബ് ചെയ്തു. എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റിലേക്ക് വരും. 3ൽ നിന്നും 4ലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇലക്ട്രോൺസ് റേഡിയേഷനെ അബ്സോർബ് ചെയ്തു എന്നാണ്. 3ൽ നിന്നും 2ലേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എനർജിയെ എമിറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ്. അപ്പോൾ താഴേക്ക് വരും. ആ എനർജി വ്യത്യാസത്തിനെ നമ്മൾ ഡെൽറ്റ ഇ എന്ന് വിളിക്കും. സോ ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് നമുക്ക് വിളിക്കാം. ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് നമുക്ക് വിളിക്കാം. ഡെൽറ്റ ഇയെ നമ്മൾ എന്ത് വിളിക്കും? E2 - E1. അതായത് ഇവിടെ 3ൽ നിന്നും 2ലേക്ക് വന്നെങ്കിൽ അത് E2 എന്ന് പറഞ്ഞാൽ 3, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 ആണ്. ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വിളിക്കാം. എന്താണ്? എച്ച് എന്ന് നമുക്ക് വിളിക്കാം. അപ്പം ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കാം. E1 E2 എന്ന് പറയുന്നത് എനർജി ഓഫ് ലോവർ ആൻഡ് ഹയർ എനർജി ലെവലാണ്. ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ കോമൺലി ബോറിൻ്റെ ഫ്രീക്വൻസി റൂൾ എന്ന് വിളിക്കും. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ഡെൽറ്റ ഇ എങ്ങനെ? E2 - E1 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത 6ാമത്തെ പോയിന്റ് ആണ് ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ 2π. അപ്പം ആംഗുലാർ മൊമെന്റം, ഇലക്ട്രോൺ അനങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനൊരു മൊമെന്റം ഉണ്ട്. കറങ്ങുന്ന ആളായതുകൊണ്ട് അതിന് ആംഗുലാർ മൊമെന്റം ഉണ്ട് അല്ലേ? അത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ 2π ആയിരിക്കും. ദാറ്റ് ഈസ് ഒരു ഇക്വേഷനൂടെ പഠിക്കുകയാണ്. mvr is equal to nh by 2π. mvr is equal to nh by 2π. ഇവിടെ m എന്താണ്? me എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ. v is the velocity of electron. r is the radius of the Bohr orbit. radius of the Bohr orbit ആണ്. ആ റേഡിയസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? rn is equal to a0n² ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? n എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. Thus an electron can move only in those orbits whose angular momentum is an integral multiple of h by 2π. So only certain fixed orbit are allowed. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ സംശയം ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. 6 പോയിന്റ്സ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. 6ഉം വിട്ടുകളയരുത്. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് ബോർ ആറ്റം മോഡൽ നോക്കാം. ബോറിൻ്റെ ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എന്തൊക്കെയാണെന്ന്.
നോക്കാം. Bohr atom model could explain the stability and line spectrum of hydrogen atom and hydrogen-like ions, but it has the following limitations. അദ്ദേഹം ചെയ്ത കാര്യം സ്റ്റെബിലിറ്റി ആൻഡ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ ഹൈഡ്രജൻ ലൈക്ക് അയോൺസ് ആയിട്ടുള്ള ഹീലിയം അയോണ്, ലിത്തിയം അയോണ്, ബെർലിയം അയോണ്, ഇതിൻ്റെ എല്ലാം സ്റ്റെബിലിറ്റിയെ പറ്റിയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു? ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഫൈൻ സ്പെക്ട്രം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. ഹൈഡ്രജൻ അല്ലാത്ത ആറ്റത്തിൻ്റെ സ്പെക്ട്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ഇറ്റ് വാസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ പ്രസൻസിൽ എങ്ങനെയായിരിക്കും സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഫീൽഡ് വരുന്ന സമയത്ത് അവിടെ എന്താണ് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റം ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോൺസ്. ഇതൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ദ എബിലിറ്റി ഓഫ് ആറ്റം, ആറ്റത്തിന് ഒരു എബിലിറ്റി ഉണ്ട്. എന്താണ്? മോളിക്യൂൾസ് ഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റിയെ പറ്റിയിട്ട് ബൈ കെമിക്കൽ ബോണ്ടുകൾ വഴി ആറ്റം ചേർന്നിട്ട് മോളിക്യൂൾ ഫോം ചെയ്യുന്ന ആ ഒരു എബിലിറ്റിയെ പറ്റിയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ഇല്ല. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി വേവ് ക്യാരക്ടർ ഓഫ് മാറ്റർ ആൻഡ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അത് നമുക്ക് വേറെ പഠിക്കാനുള്ളതാണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നെക്സ്റ്റ് താഴോട്ട് കിടക്കുന്ന അതാണ്. ഇറ്റ് ഡിഡ് നോട്ട് കൺസിഡർ ദ വേവ് ക്യാരക്ടർ, മാറ്ററിനെ വേവ് ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടില്ല. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടൊന്നും അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടില്ല. 5 പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് കെമിസ്ട്രി അറിയാൻ വയ്യാത്തവർക്ക് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയില്ല, മാറ്ററിൻ്റെ വേവ് ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല. പക്ഷേ ബോർ പഠിക്കുന്ന സമയത്ത് ഇത്രയും പഠിച്ച് നിർത്താനേ നമുക്ക് തരവുള്ളൂ. സോ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്നും കുറവായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് സാധ്യത. ഇവിടെ ബോറിൻ്റെ ഈ പോസ്റ്റ്ലേറ്റ്സ് 6 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ആ ഒരു എൻ എന്താണ്, എച്ച് എന്താണ്, അതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നിന്നായിരിക്കും നമുക്ക് ചിലപ്പോൾ ചോദ്യം വരുന്നത്. സോ 6 പോയിന്റ്സും അതുപോലെ തന്നെ ഈ ലൈൻസ് ഉണ്ടല്ലോ, സ്പെക്ട്രൽ ലൈൻസ്, അതും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.